എങ്ങനെ പോയാലും എമ്പുരാൻ ഒരു ഭയങ്കര വിജയം. 200 കോടിയൊക്കെ കവിഞ്ഞിങ്ങനെ ഇങ്ങനെ കുമുകുമാ കുമുകുമാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാശിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചക്ക 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 ചക്കാന്ന് പറഞ്ഞ് പണി നടന്ന് 2 മിനിറ്റ് എങ്ങാണ്ട് വെട്ടിയേക്കുന്ന 3 മണിക്കൂർ സിനിമയിൽ. ഈ 2 മിനിറ്റാണ് അപ്പോൾ ഈ സിനിമയുടെ മൊത്തം സോൾ എന്ന് പറയുന്നത്? അല്ലല്ലോ. കാരണം ഒരു സാധനം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വെട്ടി മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും വെട്ടണ്ടേ? ഇതെന്താ ഈ 2 മിനിറ്റ്? അവർ പറയുന്നത് ഇവർ തന്നെ ചെയ്യാണ്, ഇവരും പറയുന്നത് ഞങ്ങൾ തന്നെ ചെയ്യാണ്, ഞങ്ങളെ ആരും പ്രഷറൊന്നും ചെയ്തില്ലെന്ന്. പക്ഷെ നമ്മളൊക്കെ പറയുന്നത് ഇത് ഇവർ ചെയ്തത് അവർ പറഞ്ഞിട്ടാണ്, അവരുടെ പ്രഷർ കാരണമാണ്, അവരുടെ അങ്ങനെ നമ്മുടെ എമ്പുരാൻ സിനിമ കട്ടിങ് ആൻഡ് ഷേവിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടിങ് 24 വെട്ട് വെട്ടിയെന്നാണ് പറയുന്നത്. 24 വെട്ട് വെട്ടിയാൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? പക്ഷേ എമ്പുരാൻ ജീവിക്കും. അവിടെയാണ് മാറ്റർ ഓഫ് ദ മാറ്റർ. എന്തോ പോയി ഇത്. അതിൻ്റെ ഇടയിൽ വേറെ ഒരാൾ വന്ന് പറയുന്നുണ്ട്, ദിസ് ഇസ് ഓൾ ഗിമിക്, ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്. തന്ത്രമോ ഗിമിക്കോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇതിൽ അങ്ങനെ തന്ത്രം കാണിക്കാൻ മാത്രം എന്ത് കാണിച്ചാലും ഇപ്പോൾ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ 24 കട്ടിങ്ങൊക്കെ തന്ത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പ്രഷറാണ് ബൈ, പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ആദ്യം മാപ്പ് പറയുന്നു, പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു, പിന്നെ ആരെയും ദ്രോഹിക്കാൻ എനിക്ക് താല്പര്യമില്ല, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പിന്നെ ആദ്യമേ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ഇത് ദ്രോഹിക്കുന്ന രീതിയിലൊക്കെ സംഭവിക്കുന്നുള്ളത്? ആദ്യം നിങ്ങൾ കുട്ടിയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഈ പടം എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വെറും മറ്റേ കുട്ടിയായിരുന്നു. ഒന്നും അറിയില്ല പാവം. എന്തിനാ ഭായി? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്തത്. ഇതിങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് കൊയ്യാം. ആ കാശിലാരും കൈവെക്കില്ലല്ലോ അല്ലേ? ചിലപ്പോൾ അതും ചോദിച്ചു കളയും, അതിലൊരു വീതം വേണമെന്നൊക്കെ. കാരണം കാശ് കഴിക്കില്ലല്ലോ. കാശെന്ന് പറയുമ്പോൾ ഹോട്ട് മണി മാൻ, വേർ ഇസ് ദ മണി, ഷോ മീ മൈ മണി എന്നൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അയ്യോ ഓ, ഭയങ്കരമായി പോയി. ഇതുപോലൊരു പടം ഇനി ഇറങ്ങുമെന്ന് സംശയം. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കോപ്പി അടി പോലെ ആയിപ്പോവും. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇത് മാത്രമേ ഉള്ളൂ. ഗിമിക്കുകൾ കാണിച്ച് പൃഥ്വിരാജ് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ എൻ്റെ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര തന്നെ ബുദ്ധിയുടെ ആശ്വാസം. പുള്ളിയുടെ അമ്മ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ ശപിച്ചിട്ടൊക്കെ പോയി. ഞാനൊരമ്മയാണ്, എൻ്റെ മോനെ ദ്രോഹിക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ മിസ്റ്റർ ആൻ്റണി ചേട്ടൻ വന്നു ഇന്നലെ, വന്നിട്ട് എന്തോ പറഞ്ഞിട്ടൊക്കെ പോയി. അതായത് ആരെയും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല, ആർക്കും ഒരു വിഷമം ഉണ്ടാവുന്ന രീതിയിൽ ഈ പടത്തിൽ ഒരു ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ വെട്ടി മാറ്റി. അതൊക്കെ ചക്ക 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 ചക്കാന്ന് പറഞ്ഞ് പണി നടന്ന് 2 മിനിറ്റ് എങ്ങാണ്ട് വെട്ടിയേക്കുന്ന 3 മണിക്കൂർ സിനിമയിൽ. ഈ 2 മിനിറ്റാണ് അപ്പോൾ ഈ സിനിമയുടെ മൊത്തം സോൾ എന്ന് പറയുന്നത്? അല്ലല്ലോ. കാരണം ഒരു സാധനം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വെട്ടി മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും വെട്ടണ്ടേ? ഇതെന്താ ഈ 2 മിനിറ്റ് ചിക് ചക് ചിക്? അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലങ്ങൾ ഫോട്ടോ മാത്രം ഇങ്ങനെ ആ സ്ഥലം മാത്രമായിരിക്കും വെട്ടിയതല്ലേ? ഡയലോഗ്സ് ഒന്നും അങ്ങനെ പോയി കാണത്തില്ല. ഒരു ചില ഡയലോഗിൻ്റെ മറ്റേ പേരൊക്കെ മാറ്റിയെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ പോയി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അവർ പറയുന്നത് ഇവർ തന്നെ ചെയ്യാണ്, ഇവരും പറയുന്നത് ഞങ്ങൾ തന്നെ ചെയ്യാണ്, ഞങ്ങളെ ആരും പ്രഷറൊന്നും ചെയ്തില്ലെന്ന്. പക്ഷെ നമ്മളൊക്കെ പറയുന്നത് ഇത് ഇവർ ചെയ്തത് അവർ പറഞ്ഞിട്ടാണ്, അവരുടെ പ്രഷർ കാരണമാണ്, അവരുടെ എന്നുള്ള ആ ഒരു ദേഷ്യം കാരണം പേടിച്ച് വറച്ചിരിക്കുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് ആണ് നമ്മൾ പറയുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. കാരണം നമ്മളെ ആരും മൈൻഡ് ചെയ്യാൻ. നമ്മളെ എന്തോ ആസിഫ് അലി വന്നിട്ട് പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ളവർ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കല്ലെറിയാന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി പുള്ളി. ചില ആൾക്കാർ എറിയാറുണ്ട് കല്ല്, പക്ഷേ കല്ല് മാത്രമല്ലല്ലോ, നല്ല കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, നിങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. യൂട്യൂബ് ഇൻ്റർവ്യൂസ്, ഫേസ്ബുക്ക്, അത് ഇത് മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നിങ്ങൾ വന്ന് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ പഴയ രീതിയിൽ മറ്റേ കാളവണ്ടിയുടെ പുറകിൽ പോസ്റ്ററൊക്കെ വെച്ചുകൊണ്ട്, ബാനറൊക്കെ കെട്ടിക്കൊണ്ട്, പാട്ടൊക്കെ വെച്ചുകൊണ്ട് കുറേ പിള്ളേരെ പുറകിനോട് ഇങ്ങനെ നോട്ടീസ് ഇട്ട് അങ്ങനെ പോയാൽ പോരെ? അതുപോലെ എന്താ ആരും ചെയ്യാത്തല്ലേ? അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ പടം കുറച്ച്
ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഇന്ത്യ മൊത്തമല്ല, നമ്മുടെ കേരളം മൊത്തം. എമ്പുരാനെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ബഡ്ജറ്റ് സിനിമയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല രസമായിരിക്കും. അതൊന്നും ചെയ്യൂല ഇവർ എല്ലാ എങ്ങോട്ടാണോ ഓടുന്നത് ഇവർ അങ്ങോട്ടേ ഓടത്തുള്ളൂ. റണ്ണിങ് ആണ് മൊത്തത്തിൽ. എങ്ങനെ പോയാലും എമ്പുരാൻ ഒരു ഭയങ്കര വിജയം, 200 കോടിയൊക്കെ കവിഞ്ഞിങ്ങനെ ഇങ്ങനെ കുമുകുമാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 500 കോടി, 1000 കോടി അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഇനിയും കുറേ ദിവസം ഓടുമല്ലോ. ഇപ്പോൾ തന്നെ ഭയങ്കര ഹൈപ്പ്, ഭയങ്കര സംഭവങ്ങളൊക്കെ ആയി. കുറേ ആൾക്കാർ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞാലും അവരും പോയി കാണും, രഹസ്യമായിട്ടൊക്കെ പോയി കണ്ടു കളയും. ഇതെന്താണ് ഇതിനകത്ത് ഒന്ന് അറിയണമല്ലോ. നമ്മുടെ മലയാളീസിനെ നമുക്കറിയില്ല എന്താ ഇത്. ആണേലും സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ മുസ്ലിം സഹോദരങ്ങൾ, CPI സഹോദരങ്ങൾ, കോൺഗ്രസിൻ്റെ സപ്പോർട്ടേഴ്സ്, പിന്നെ BJP, അവരെ വിളിക്കുന്നത് RSSനൊക്കെ സംഘി എന്നൊക്കെ പറയും നമ്മുടെ ആൾക്കാർ. സംഘി കമ്മി എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വാക്കുകളിങ്ങനെ ഉണ്ടാക്കി വിടുകയല്ലേ. ഷേക്സ്പിയറന്മാർ കുറേ എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് ഭയങ്കര സംഭവമായിപ്പോയി. പക്ഷേ പൃഥ്വിരാജ് പണിഞ്ഞു വെച്ചതാന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാണ്. മോഹൻലാൽ കണ്ടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാണ്. പിന്നെ ഇപ്പോൾ വെട്ടിയത് അത് ഗിമിക്കാണെന്ന് പറയുന്നത് അതും ചുമ്മാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗിമിക്കൊന്നല്ല, അത് ശരിക്കും ഇങ്ങനെ വെട്ടി മാറ്റടാ പന്ന എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒറ്റ ലുക്ക അപ്പോഴേയും കഴിഞ്ഞു. എല്ലാം പപ്പടവും പരിപ്പും എല്ലാം പോയി, പടപട എല്ലാം കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചതാ. ഇപ്പോൾ അവർ സ്വയം ചെയ്താന്നൊക്കെ പറഞ്ഞ് സ്വയം മുറിച്ചൊക്കെ മാറ്റുമോ? അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇപ്പോഴും? അതോ ഈ പൃഥ്വിരാജും ആൻ്റണി ചേട്ടനൊക്കെ അങ്ങനെയാണെന്നാണോ ഈ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്? എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.